ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ. നമ്മൾ ലോഡഡ് ഫ്രൈസ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിക്കൻ പോപ്പ് വെച്ചിട്ട് ഈ ഒരു ലോഡഡ് ഫ്രൈസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലല്ലേ കഫേ സ്റ്റൈലിനെക്കാട്ടിയും ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മക്കൾ പറയുന്നതെന്നറിയാം, നമ്മുടെ ഫ്രൂട്ട് ബേ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണ് ഉമ്മ ഇത് കഴിക്കാൻ. അപ്പോൾ അത്രയും ടേസ്റ്റി ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ വേണം. 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓണിയൻ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓണിയൻ പൗഡർ നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയതുപോലെ ഒന്നല്ലല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഫുഡിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു കോട്ടിങ് കൊടുക്കണം. നമ്മൾ ചിക്കൻ പോപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ പൊടിയും മൈദയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കോട്ടിങ് കൊടുക്കണം. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കാം കേട്ടോ. തണുത്ത വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മളിതാ പെരക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കന് മൈദയിൽ മിക്സാക്കാം. എന്നിട്ട് ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ ഒരു മൈദയിലേക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലോഡഡ് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ വെറുതെ ഒരു ചിക്കൻ പോപ്കോൺ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ലോഡഡ് ഫ്രൈസിൽ ഒഴിച്ചുകൂടാത്ത ഒരു സാധനമാണല്ലോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഞാനിപ്പം ബ്രില്ലറിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത്, റെഡി ടു ഫ്രൈ. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ 1/4 ഭാഗത്തോളം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വരുന്നേരം നമുക്കിതിൽ നിന്ന് മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും. കാരണം ഇത് ഹാഫ് കുക്കായിട്ട് വരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ.
അപ്പം ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആകുമ്പം തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നല്ലോണം ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലോണം വേവണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 20 മിനിറ്റ് പറയുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ആകും, പക്ഷെ ഞാൻ 20 മിനിറ്റ് വെക്കും കേട്ടോ. അങ്ങനെ 2-3 ബാച്ചസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ എല്ലാ പോപ്കോൺസും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു സോസും കൂടി ഉണ്ടാക്കണം കേട്ടോ. ഒരു ക്രീം സോസ് ഉണ്ടാക്കണം ഈ ഒരു നമ്മൾ ഫില്ലിങ്ങിൽ. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് 1/2 കപ്പ് ക്രീം, ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു ക്രീമിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സാക്കാൻ. ഒട്ടും തീ കൂട്ടിയിടാൻ പാടില്ല കേട്ടോ. അങ്ങനെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 4 സ്ലൈസായിട്ടുള്ള ചീസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. ഷീറ്റ് ചീസ് ഇല്ലേ, അത് 4 പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മെൽട്ടാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ക്രീമായിട്ട് മാറും കേട്ടോ. നല്ലൊരു ചീസ് ക്രീമായിട്ട് മാറും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് 1/2 കപ്പ് മയോണൈസ് എടുക്കുക. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മയോണൈസിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മയോ കെച്ചപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി കേട്ടോ. നമ്മുടെ ചിക്കൻ പോപ്പ് റെഡിയായി, അതുപോലെ ചീസ് ക്രീം റെഡിയായി, ഫ്രഞ്ച് റൈസ് റെഡിയായി, മയോ കെച്ചപ്പും റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കട്ടെ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഒരു ഓവൽ ഷേപ്പിലുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത്. ഏതിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഫ്രഞ്ച് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ബൗളിലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ബൗളിൽ തന്നെ കുറച്ച് കട്ടിയായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ബൗളിലും ഇതുപോലെ ഫ്രഞ്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയറായിട്ട്. അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് മയോ കെച്ചപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും നമുക്ക് ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ലെയറായിട്ട് നമ്മളിതാ ചിക്കൻ പോപ്കോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു പോപ്കോൺ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വലിപ്പം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് മിൻസ് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ടും നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പോപ്കോൺ നന്നായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിലായിട്ട് 4ാമത്തെ ലെയറിലായിട്ട് നമ്മളിതാ ചീസ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതും രണ്ടിലും ഫുള്ളായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചീസ് ക്രീം നമ്മൾ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള മയോ കെച്ചപ്പ് ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ ഇടുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ ഇതുപോലത്തെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് എടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പം മൊസറല്ലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെഡാറൊന്നുമല്ല. മൊസറല്ല ചീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കിതാ മേലയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മെൽട്ടായി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഇതാ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഞാനിത് മെൽട്ടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രേ വേണ്ടൂ, ആ ഒരു ചീസ് മെൽട്ടാവുന്ന ടൈമേ വേണ്ടൂ. അപ്പോൾ ഇതാ നല്ല കിണ്ണം കാച്ചിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ലോഡഡ് ഫ്രൈസ്, ചിക്കൻ പോപ്കോൺ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് പൊതുവേ ഈ കടികളോട് താല്പര്യമില്ല, ഇങ്ങനത്തെ ഫുഡാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ റെസിപ്പിയിലും ഇങ്ങനത്തെ ഫുഡ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ്വർ. താങ്ക് യു.